ഇന്ന് ഞങ്ങൾ വെക്കാൻ പോകുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിന് തേങ്ങ വറുത്തിട്ടുണ്ട്. തേങ്ങ ഈ പരുവത്തിൽ മൂപ്പിച്ചെടുക്കുക. പിന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് 2 കിലോ ചിക്കനാണ്. ഇതിനായിട്ട് ആവശ്യമുള്ള മസാലകൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതെല്ലാം ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു 2 മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സവാള ഒരുവിധം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു, പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. 2 തക്കാളി കൂടി ചേർക്കണം. പച്ചമണം മാറി വരട്ടെ. ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ചിക്കനൊന്ന് വേവട്ടെ. ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ശകലം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂണിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ വറുത്തരച്ച തേങ്ങ വറുത്തരച്ചാണ്, അതുകൂടെ ചേർത്ത്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.